ദശകം 74 ഭഗവാന്റെ മധുരാപുരി പ്രവേശം. അക്രൂരൻ കൃഷ്ണനും രാമനെയും കൂട്ടി വൃന്ദാവനത്തിൽ നിന്നും മധുരാപുരിയിലെത്തി. സംപ്രാപ്തോ മധുരാം ദിനാർത്ഥവിഗമേ. ഉച്ചയോടുകൂടിയാണ് മധുരയിലെത്തിയത്. തത്രാന്തരസ്മിൻ വസൻ ആരാമേ. അവിടെ മധുരാപുരിയുടെ പുറത്ത് ഒരാരാമമുണ്ട്. ആരാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉദ്യാനമല്ല, വലിയ വൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. അതെപ്പോഴും ആ പുരിയുടെ പുറത്താണ്. അതാണ് അന്തരസ്മിൻ ആരാമേ. അന്തരം എന്നുള്ളതിന് ഉള്ളിലുള്ളതെന്നും പറയാം, പുറത്തുള്ളതെന്നും പറയാം. അപ്പോൾ പുറത്തുള്ളതായ ആരാമത്തിൽ അവിടെ താമസിച്ചു. വിഹിതാശനഃ, ആഹാരം ഉണ്ടാക്കേണ്ടവരൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് കൊടുത്തു. സഹിജനൈഹി യാദപുരീമീക്ഷിതും. അപ്പോഴാണ് കൃഷ്ണൻ അച്ഛനോട് പറഞ്ഞത്, അച്ഛാ, കുട്ടികളും ഞാനൊന്നും ഈ മധുരാപുരി കണ്ടിട്ടില്ല, ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. സൂക്ഷിച്ചു വേണം പോകാൻ. അങ്ങനെ തൻ്റെ കൂട്ടുകാരോടുകൂടി സഖിജനൈ സഹ പുരം വീക്ഷിതും യാതഃ, പുരം കാണാനായിട്ട് പോയി. സൂ കാണണം, അല്ലേ, മ്യൂസിയം കാണണം, അമ്പലങ്ങൾ കാണണം, അതിനായിട്ട് പോയി. പ്രാപോ രാജപഥം. അങ്ങനെ അവർ വന്ന് ഹൈവേയിലെത്തി. രാജപഥം, കവടിയാർന്ന് വെള്ള അമ്പലം വരെയുള്ള സ്ഥലം, രാജപഥം. അപ്പം എങ്ങനെയാണ് ഈ കൃഷ്ണനും രാമനും മധുരാപുരിയിൽ എത്തിയത് എന്ന് മേൽപ്പത്തൂർ ചിന്തിക്കുകയാണ്. ചിരശ്രുതിധൃത വ്യാലോകൗതൂഹല സ്ത്രീപുംസോദ്യത് അഗണ്യപുണ്യ നികളൈ ആകൃഷ്യമാണഃ. ഈ ഉണ്ണിയെക്കുറിച്ച് വളരെ കാലമായി അവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും കാണാൻ, കേൾക്കാനും അവരുടെ മാഹാത്മ്യത്തെക്കുറിച്ച് അറിയാനും. ചിര ശ്രുതിധൃത, വളരെ കാലമായിട്ട് കേൾക്കണു. ആ കേൾവിയെ മനസ്സിൽ ധരിച്ചുകൊണ്ട് വിലോക, ഈ ഉണ്ണി ഒന്ന് കാണണം എന്നുള്ള കൗതൂഹലം, എന്തെന്നുള്ളതായ ആ ഒരു കൗതുകം കൊണ്ട്. സ്ത്രീപുംസ, സ്ത്രീകളും പുരുഷന്മാരും. ഉദ്യതഗണ്യ പുണ്യനികളൈ, അവരുടെ ആ പുണ്യം, പൂർവജന്മത്തിലെ ആ പുണ്യം, ആ ഉദ്യതായി പൊന്തി വരികയാണ്. ആ പുണ്യങ്ങളുടെ കൂട്ടം, ശൃംഖല, നിഗളം ശൃംഖല. ആകൃഷ്യമാണ്, അത് അവരെ വലിച്ചുകൊണ്ട് വരികയാണോ എന്ന് തോന്നാൻ. കഴിഞ്ഞ ജന്മത്തിൽ സൽക്കർമ്മം ചെയ്ത സ്ത്രീകളും പുരുഷന്മാരും അവർ പുണ്യം നേടിയിട്ടുണ്ട്. ആ ഓരോ പുണ്യത്തിനെയും ഒരു കണ്ണിയായിട്ട്, ചങ്ങലയുടെ കണ്ണിയായിട്ട് സങ്കല്പിക്കുകയാണ്. അങ്ങനെ ലക്ഷക്കണക്കിനുള്ളതായ ആ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ ആ പുണ്യം ചങ്ങലയായിട്ട്, ഒരു ശൃംഖലയായിട്ട് അത് വൃന്ദാവനത്തിലെത്തി ഈ ഉണ്ണികളെ വലിച്ചു കൊണ്ടുവരികയാണോ? വൃന്ദാവനത്തിൽ നിന്ന് മധുരാപുരിയിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണോ? എന്തിനു വലിച്ചു കൊണ്ടുവരുന്നു? ഇവർ പുണ്യം ചെയ്തുകൊണ്ട്, ആ പുണ്യം കൊണ്ട് ഭഗവാനെ ദർശിക്കാൻ വേണ്ടി, ഭഗവാനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരികയാണോ, നോക്കിയും ആണോ എന്നുള്ളതായ സംശയം. അപ്പോൾ വൃന്ദാവനത്തിൽ നിന്നും മധുരാപുരിയിലേക്ക് വന്നതിൻ്റെ പിന്നിൽ ഭഗവാന് ഇവിടെയുള്ളതായ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുക
എന്നുള്ളതാണ് കാര്യം. ആരൊക്കെ പുണ്യം ചെയ്തിട്ടുണ്ടോ അവർക്ക് കാണാൻ സാധിക്കുള്ളൂ. മറ്റവർക്കന്ന് എന്തെങ്കിലും പണിയുണ്ടാവും, വരാൻ സാധിക്കില്ല. പുണ്യം ചെയ്തവരെല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരെല്ലാവരും വഴിയുടെ രണ്ട് ഭാഗത്തും പിന്നെയോ അടുത്തുള്ളതായ രണ്ട് ഭാഗത്തുള്ള വീടുകളുടെ മട്ടുപ്പാവിലും ഒക്കെ കയറി നിന്ന് ഭഗവാനെ കാണിക്കുകയാണ്. ഉയരം കുറഞ്ഞ ആൾക്കാരൊക്കെ പിന്നെ അവിടുത്തെ വീട്ടിൽ പോയി അപ്പോൾ ഈ വലിയ ആൾക്കാർ ഇടയിൽ കൂടിയൊക്കെ വന്ന് അവർ മുമ്പിൽ വന്ന് സ്ഥലം പിടിക്കും. ഇതാണ് അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും രണ്ടു കൂട്ടരും തങ്ങളുടെ പുണ്യം കൊണ്ട് ഈ ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരാവതിയിൽ എത്തിയിരിക്കുന്നു. ആ ഉണ്ണിയെ ഒന്ന് കാണണമെന്ന് എത്രയോ കാലമായിട്ട് ആലോചിക്കുന്നു. ആ പൂതനയെ കൊന്നത് തൊട്ട് അനേകം അസുരന്മാരെ കൊന്ന വിവരങ്ങളൊക്കെ അവർ അറിയുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ ധൈര്യമില്ല, കംസൻ കൊന്നളയും. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോയില്ല. അങ്ങനെ വളരെ കാലമായിട്ട് ചിരശ്രുതി ധൃത, വളരെ കാലമായിട്ട് ശ്രുതി കേട്ടതിനെ ധൃതം മനസ്സിൽ ധരിച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് എന്താ ഇപ്പോൾ വ്യാലോക, ആ ഉണ്ണി നമ്മളെ അനുഗ്രഹിക്കാൻ വന്നിരിക്കണു, ഉണ്ണി ഒന്ന് ആലോകനം ചെയ്യണം എന്നുള്ള കൗതൂകലം, ആ കൗതുകം ഉള്ളതായ സ്ത്രീ പുംസഹ, ആ സ്ത്രീകളുടെയും പുംസയുടെയും ഉദ്യതഗണ്യ പുണ്യം, അവരുടെ കഴിഞ്ഞ ജന്മത്തിലെ ആ പുണ്യം അങ്ങനെ പൊന്തി 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 വന്നു. അതൊരു ചങ്ങല പോലെ, ഓരോരുത്തരുടെയും കണ്ണി വലിയൊരു ചങ്ങല പോലെ ഈ ഉണ്ണിയെ ആകൃഷ്യമാണ്, വലിച്ചു വലിച്ചു കൊല്ലുകയാണോ എന്ന മട്ടിൽ ഭഗവാൻ ആ രാജപഥത്തിലെത്തി തൻ്റെ മനോഹര രൂപത്തിനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്.